UR അനന്തമൂർത്തിയെ എഴുത്തുകാരൻ എന്നതിനേക്കാൾ ധിഷണാശാലിയായ വൈസ് ചാൻസലർ എന്ന പേരിലാവും വിദ്യാഭ്യാസ രംഗം ഓർത്തെടുക്കുക. MG സർവകലാശാലയുടെ രണ്ടാമത്തെ വൈസ് ചാൻസലറായി സ്ഥാനമേറ്റെടുത്തത് 1987-ൽ. 4 വർഷക്കാലം അദ്ദേഹം ആ പദവി അലങ്കരിച്ചു. വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന സർവകലാശാലയെ സ്വന്തമായ ഭൂമിയിലേക്ക് പറിച്ചു നട്ടതും അദ്ദേഹമായിരുന്നു. മഹാത്മാഗാന്ധി സർവകലാശാല എന്ന് നാമകരണം ചെയ്യപ്പെട്ടതും അദ്ദേഹത്തിന്റെ കാലത്തു തന്നെ. ആ കാലഘട്ടം MGയുടെ സുവർണ്ണ നാളുകളായിരുന്നുവെന്ന് അക്കാലത്തെ സഹപ്രവർത്തകരും സാക്ഷ്യപ്പെടുത്തുന്നു. യൂണിവേഴ്സിറ്റിയുടെ ഒരു അക്കാഡമിക്കും സാമൂഹികപരമായിട്ടുള്ള ഒരു ഐക്കണായിട്ട് തന്നെ നിലനിർത്തുന്നതിലും അത് ഭംഗിയായി നിർവഹിക്കുന്നതിലും അദ്ദേഹം കാണിച്ച ശുഷ്കാന്തിയും പ്രതിബദ്ധതയും വളരെയധികം ശ്ലാഘനീയമാണ്. അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സർവകലാശാലയെ ഉയർത്താനുള്ള യജ്ഞത്തിൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും ഒത്തൊരുമിച്ച് നടത്താനും അനന്തമൂർത്തിക്ക് കഴിഞ്ഞു. ഗവേഷണ രംഗത്ത് വിപ്ലവകരമായ മാറ്റം കൊണ്ടുവന്നതും അദ്ദേഹത്തിന്റെ കാലത്തായിരുന്നു. സർവകലാശാലയ്ക്ക് UGC പദവി നേടിക്കൊടുക്കുന്നതിൽ വഹിച്ച പങ്കും ചില്ലറയല്ല. അക്കാദമിക രംഗത്തെന്ന പോലെ സാംസ്കാരിക രംഗത്തും മികച്ച നേട്ടമുണ്ടാക്കാൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കണമെന്ന കാര്യത്തിൽ അനന്തമൂർത്തിക്ക് നിർബന്ധമുണ്ടായിരുന്നു. MGയുടെ ചരിത്രത്താളുകളിൽ നിരവധി ഏടുകൾ തീർത്താണ് അദ്ദേഹം ഒടുവിൽ യാത്രയാകുന്നതും. PL കിരൺ, മീഡിയ 1, കോട്ടയം.